ഹലോ ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ പുതിയ വേൾഡിനകത്തിലെ രണ്ടാമത്തെ വീഡിയോ ആണ്. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് വില്ലേജ് കണ്ടുപിടിക്കണം. അതാണ് നമ്മുടെ ഇന്നത്തെ മെയിനായിട്ടുള്ള ഒരു പരിപാടി. അതിന് മുന്നേ നമ്മുടെ വേൾഡിൽ കുറച്ചധികം കാര്യങ്ങൾ ചേഞ്ച് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ചേഞ്ച് ആക്കി മീൻസ് ഒത്തിരി ചേഞ്ചൊന്നുമില്ല, ജസ്റ്റ് ചില ചേഞ്ചസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം. ഞാൻ ഇവിടെ പാത്താക്കിയിട്ടുണ്ട് ഫുള്ള്. അതേപോലെ പൂക്കളൊക്കെ ചുമ്മാ വെച്ചിട്ടുണ്ട്. ചുമ്മാ ഒരു ചെയ്താണ്. ഇനി നമുക്ക് സെറ്റായിട്ട് ചെയ്യാം. പിന്നെ എൻ്റെ കുറച്ച് സീഡ് ഉണ്ടായിരുന്നു. സോ ആ സീഡ് വെച്ചിട്ട് നമ്മളിവിടെ കുറച്ച് ഫാം കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം ഫുഡ് ഭയങ്കര കുറവാണ്, അതുകൊണ്ട്. പിന്നെ ഇത് കണ്ടോ, നമ്മൾ താഴ്ഭാഗത്ത് ഒരു റൂം കൂടെ സെറ്റ് ചെയ്തു. മേളിൽ ഒരു ഇടുങ്ങിയ പോലെ. അപ്പോൾ അതുകൊണ്ട് താഴ്ഭാഗത്തും കൂടെ ഒരു റൂം സെറ്റ് ചെയ്തു. അപ്പോൾ അതാകുമ്പം ഇനി ഭയങ്കര യൂസ്ഫുള്ളായിരിക്കും. സോ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. നമ്മളിങ്ങനെ ഇറങ്ങി കഴിയുമ്പോൾ ഇവിടെ ചെറിയൊരു സ്റ്റോറേജ് സിസ്റ്റം ഉണ്ട്. അത് ഞാനിങ്ങനെ അല്ല കേട്ടോ, ഞാൻ മാറ്റി കുറച്ചും കൂടെ സെറ്റാക്കും. അത് നമുക്ക് അടുത്ത വീഡിയോ കാണാം. പിന്നെ ഞാൻ ഇവിടെ നമ്മുടെ ഒരു മൈനിങ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് എനിക്ക് 2-3 ലൈനും പിന്നെ 30-35 കോളും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇനി മെയിനായിട്ട് നമുക്ക് ലാവ വേണം. പിന്നെ മെയിനായിട്ട് ലാവയും പിന്നെ നമുക്ക് കോളുമാണ് മെയിനായിട്ട് വേണ്ടത്. സോ അതാണ് ഇച്ചിരി ടഫ്. അപ്പോൾ അതിനകത്ത് നമ്മൾ ഓരോ സാധനങ്ങളൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഞാൻ വലിയ സ്റ്റോറേജ് ആക്കുമ്പോൾ കാണിച്ചു തരുന്നതായിരിക്കും. അങ്ങനെ വലിയ സ്റ്റോറേജ് ഒന്നും ഇല്ല കേട്ടോ, അത് ഞാൻ വീഡിയോയിലൊന്നും കാണിക്കുന്നില്ലായിരിക്കും. കാരണം അതൊക്കെ ഭയങ്കര സിമ്പിളായിട്ട് കുറച്ചൊരു കുഴി കുഴിക്കുക, ഇങ്ങനെ കുറച്ച് ചെസ്റ്റ് അടുക്കി വെക്കുക, സാധനങ്ങളൊക്കെ സോർട്ട് ചെയ്യുക, അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനെ കുറച്ച് ഞാൻ ബോൺമെയിൽ ചെയ്ത സമയത്ത് ഇങ്ങനെ കുറച്ച് പൂക്കളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊന്നും വേണ്ടാന്ന് ഉള്ളതുകൊണ്ട് ഞാൻ ഈ പൂക്കൾ കളയാലോ. എന്താ ബ്രോ, വേണോ? ഫുഡ് വേണോ? ഫുഡ് അങ്ങനെ നമ്മൾ തേനീച്ചേനെ ബ്രീഡല്ല ടൈം ആക്കിയിട്ടുണ്ട് ഗൈസ്. നമ്മുടെ പുതിയ പെറ്റാണ്. ഏതല്ലേ പെറ്റായിട്ട് ദീനെയൊക്കെ വളർത്തുന്നത്. അപ്പോൾ അങ്ങനെ ഇനി മെയിനായിട്ട് നമുക്ക് വില്ലേജ് കണ്ടുപിടിക്കണം. അതാണ് ഏറ്റവും വലിയൊരു പണിയായിട്ടുള്ളത്. അപ്പോൾ ഇനി ഇവിടെ നിന്ന് നമുക്ക് എവിടെയെങ്കിലും ഒത്തിരി തപ്പിപ്പോയിട്ട് നമ്മുടെ വില്ലേജ് കണ്ടുപിടിക്കണം. അതാണ് ഭയങ്കര പ്രോബ്ലം. ഓക്കെ, അപ്പോൾ നമുക്ക് വില്ലേജ് കണ്ടുപിടിക്കാൻ പോവാം. ഈ ഒരു വീഡിയോയിൽ ഞാൻ വില്ലേജ് കണ്ടുപിടിച്ചില്ലെങ്കിൽ അടുത്ത വീഡിയോയിൽ നമുക്ക് വില്ലേജ് കണ്ടുപിടിച്ചിട്ട് ഞാൻ വീഡിയോ ഇടുന്നതായിരിക്കും. അതുപോലെ തന്നെ ഒരു വില്ലേജ് ബ്രീഡറും ഉണ്ടാക്കുന്നതായിരിക്കും. ഇല്ലാതെ എനിക്കൊരു ക്ഷമയില്ല. ഓക്കെ, അപ്പം നമുക്ക് ഈ ഒരു ഹോപ്പർ വേണം. പിന്നെ അതൊക്കെ ഞാൻ ലോഡിങ് ആണ് കേസ്. ഓക്കെ, അപ്പോൾ എല്ലാം ഞാൻ പറഞ്ഞുതരാം. അപ്പം എന്തായാലും നമുക്ക് എന്ത് ചെയ്യണം, വില്ലേജ് കണ്ടുപിടിക്കണം. നമുക്ക് പോയിട്ട് തപ്പാം. ഓക്കെ, അപ്പം നമുക്കിനി പോയിട്ട് എന്ത് ചെയ്യാം, വില്ലേജ് കണ്ടുപിടിക്കാം. തുറന്നു കേസ്. ഓ ഗോഡ്, വില്ലേജ് എന്ന് ക്രീപ്പർ. ഓടിക്കോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഓടുന്നുണ്ട്. നമുക്ക് ഈ ഒരു നേരെ അങ്ങ് പോയിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം, വില്ലേജ് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഓടി അങ്ങോട്ട് പോയി വില്ലേജ് കണ്ടുപിടിക്കാം. സാധാരണ ഇങ്ങനെയൊക്കെയുള്ള സ്ഥലത്ത് പ്ലെയിൻസിലാണ് കൂടുതൽ വില്ലേജ് കാണാറുള്ളത്. തപ്പാം അല്ലേ, അതല്ലാതെ വേറെ വഴിയില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് പോവാം ഗൈസ്. ഓക്കെ, നമുക്ക് ഇതിൻ്റെ ഫ്രണ്ടിലോട്ട് ഇവിടെ കുറച്ച് മത്തങ്ങ ഇരിപ്പുണ്ട്. അതെടുത്തിട്ട് എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഈ ഒരു ആരോ ഇങ്ങനെ കാണിക്കുന്നുണ്ടോ, അതിൻ്റെ നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ വില്ലേജ് കിട്ടും. അങ്ങനെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അത് തന്നെ ഇന്നൊന്ന് പരീക്ഷിച്ച് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ കുറച്ച് മത്തങ്ങ കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഒരെണ്ണം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു മത്തങ്ങയുടെ ആ ഒരു ആരോ എങ്ങോട്ടാണോ പോകുന്നതെന്ന് വെച്ചിട്ടുള്ളത് നോക്കിയിട്ട് നമ്മുടെ വില്ലേജ് കണ്ടുപിടിക്കാൻ നോക്കാം. ഓക്കെ, കിട്ടിയാൽ കിട്ടി, ഇല്ലെങ്കിലില്ല. ഓക്കെ, കിട്ടിയാൽ ഊട്ടി, ഇല്ലെങ്കിൽ ചട്ടി എന്ന് പറയുന്ന പോലെ ആയിരിക്കും. എന്തായാലും നോക്കാം നമുക്ക്. ഓക്കെ, 1.5 മണിക്കൂറാണ് ഞാൻ ഇതിനു വേണ്ടി ഇങ്ങനെ വില്ലേജ് കണ്ടുപിടിക്കാൻ പോയത്. പക്ഷേ എനിക്ക് വില്ലേജ് പോയിട്ട് വില്ലേജറിൻ്റെ ഒരു കൂടെ പോലും കിട്ടിയില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ അതിനും കുഴപ്പമില്ല. നമുക്ക് ഞാൻ തപ്പി പിടിച്ചിട്ടായാലും നമുക്ക് അടുത്തൊരു എപ്പിസോഡ് വില്ലേജ് ബ്രീഡർ പണിഞ്ഞിരിക്കും. ഓക്കെ, പണിഞ്ഞിരിക്കും എന്ന് പറഞ്ഞാൽ പണിഞ്ഞിരിക്കും. അപ്പോൾ ഞാൻ ഈ ആരോ ഒക്കെ നോക്കിയാണ് പോകുന്നത്. സാധാരണ ഇങ്ങനെയൊക്കെ ഉള്ള സ്ഥലത്താണ് വില്ലേജ് ഉണ്ടാവുക. എനിക്കറിയില്ല, നമുക്ക് എന്തായാലും നോക്കാം.
പോയി 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 ഓക്ക് ബയോം കണ്ട്, സവാന കണ്ട്, പിന്നെന്താ ഈ പ്ലാങ്സ് ഈ ബ്രിച്ചിൻ്റെ ഒരു ബയോം കണ്ട്, അങ്ങനെ കാണാനുള്ളതെല്ലാം കണ്ടു. പക്ഷേ ആവശ്യമായ വില്ലേജ് മാത്രം കണ്ടില്ല. നോക്കാമല്ലേ എന്തായാലും. ഓക്കെ, അപ്പം ഈ വീഡിയോ കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല, ഞാൻ അടുത്ത വീഡിയോ കുത്തിയിരുന്ന് കളിച്ചിട്ട് വില്ലേജ് കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ ചെയ്യുന്നതായിരിക്കും. എന്തായാലും നോക്കാം. ഇപ്പം ഞാൻ നമ്മുടെ സീഡ് തപ്പിപ്പിടിക്കുന്ന ഒരു പരിപാടിയാണ്. നമുക്ക് ഈ ഒരു സ്ഥലം കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇതൊരു ജംഗിളാണ്. ഏത് ജംഗിൾ. അപ്പോൾ ഇവിടെ മീനിക്കുട്ടിയൊക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് മീനിക്കുട്ടീനെ വേണ്ട. നമ്മൾ എല്ലാ സുധീണൻ്റെ മീനിക്കുട്ടീനെ അടിച്ചു മാറ്റുന്നത് ശരിയല്ലല്ലോ. നമുക്ക് മീനിക്കുട്ടീനെ വേണ്ട, വേറൊരു പേരില്ലാത്ത കുട്ടീനെ, ഈ ഒരു വെള്ളക്കുട്ടീനെ എടുക്കാം. ഈ വെള്ളക്കുട്ടിക്ക് നല്ലൊരു വെള്ള പേരിടുക, നല്ലൊരു പേരിടുക ഗൈസ്. എന്തായാലും കമൻറ്റ് ബിലോ. ഓക്കെ, കമൻറ്റ് ബിലോ. അപ്പോൾ നമുക്ക് 2 സീഡ് കൊടുത്തപ്പോഴത്തേക്കും അവളങ്ങ് ടൈമായി. സന്തോഷം. അപ്പോൾ നമുക്കിനി വീണ്ടും യാത്ര തുടരാം. ദേഷ്യം വരുന്ന ഗൈസ്. സാരമില്ലെന്നേ, നമുക്ക് കണ്ടുപിടിച്ചിരിക്കും. സ്കൂളുണ്ട് രാവിലെ, ടൈമായി 6 മണിക്ക് ഇരുന്നതാണ്. ഇപ്പോൾ 7:50 ഒക്കെ ആയി. എനിക്ക് 9:08 8 മണിക്ക് പോകണം. ഓക്കെ, 8:30 8:45 എപ്പോഴേലുമൊക്കെ ഇറങ്ങി പോകണം. അപ്പോൾ നമുക്ക് വീട്ടുകാരുടെ കയ്യിൽ നിന്നും തല്ല് വാങ്ങാതെ എണീറ്റ് പോകാം. അപ്പോൾ അടുത്ത വീഡിയോ വീണ്ടും കാണാം. വില്ലേജ് കണ്ടുപിടിച്ചിരിക്കും, ബ്രീഡർ ഉണ്ടാക്കിയിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം. നമ്മുടെ വെള്ളക്കുട്ടിക്ക് നല്ലൊരു പേര് ഇപ്പോൾ തന്നെ കമൻറ്റ് ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.